കേരള ഒളിമ്പിക് അസോസിയേഷൻ മലയാള മനോരമയുമായി ചേർന്ന് മിഷൻ ഒളിമ്പിയ 2036 സെമിനാർ സംഘടിപ്പിച്ചു. ഇന്ത്യ 2036 ഒളിമ്പിക്സ് നടത്താനുള്ള ശ്രമവുമായി മുന്നേറുന്ന ഈ കാലയളവിൽ ഒളിമ്പിക് മെഡൽ നേടാനുള്ള കേരളത്തിന്റെ പരിശ്രമങ്ങളെപ്പറ്റി സെമിനാർ ചർച്ച ചെയ്തു. തിരുവനന്തപുരം പി. സുബ്രഹ്മണ്യം ഹാളിൽ നടന്ന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ തൊഴിലാളി വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. 2036 ഒളിമ്പിക്സിലേക്കുള്ള വഴി, ഇന്ത്യൻ അത്ലറ്റുകളുടെ പരിശീലനവും കേരളത്തിന്റെ സംഭാവനയും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാറിൽ ഇന്ത്യൻ അത്ലറ്റിക് ചീഫ് കോച്ച് പി. രാധാകൃഷ്ണൻ നായർ ശരിയായ പരിശീലന രീതികളുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. കൂടാതെ അമിത പരിശീലനം അപകടകരമാണെന്ന് മുന്നറിയിപ്പും നൽകി. മുൻ അന്താരാഷ്ട്ര വോളിബോൾ താരം എസ്. ഗോപിനാഥ് 10 മുതൽ 16 വയസ്സുള്ള കുട്ടികളിൽ കഴിവ് കണ്ടെത്തൽ പ്രോഗ്രാമുകൾ നടത്തുന്നതിന്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞു. ഒളിമ്പിക്സ് പോലുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മെഡൽ നേടാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അർജുന അവാർഡ് ജേതാവും മുൻ നീന്തൽ താരവുമായ വിൽസൺ ചെറിയാൻ സ്പോർട്സ് കോട്ടയിൽ നിയമിക്കപ്പെട്ട അത്ലറ്റുകളുടെ പ്രകടനം നിരീക്ഷിക്കുന്ന സംവിധാനം ആവശ്യമാണെന്ന് പറഞ്ഞു. ദ്രോണാചാര്യ അവാർഡ് ജേതാവും അത്ലറ്റിക് കോച്ചുമായ കെ. പി. തോമസ് കഴിവുള്ള കുട്ടികളെ നേരത്തെ കണ്ടെത്തി മിനി സ്പോർട്സ് മീറ്റുകൾ സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പറ്റി സംസാരിച്ചു. അർജുന അവാർഡ് ജേതാവ് ഷൈനി വിൽസൺ മികച്ച പരിശീലന സൗകര്യങ്ങളും മുതിർന്ന താരങ്ങളുടെ മാർഗനിർദ്ദേശവും വിജയത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞു. USA, ചൈന പോലുള്ള രാജ്യങ്ങളുടെ കായിക പുരോഗതിയെ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അർജുന അവാർഡ് ജേതാവ് പത്മിനി തോമസ് പറഞ്ഞു. നഗരങ്ങൾക്ക് പുറത്തും കഴിവ് കണ്ടെത്തൽ പ്രോഗ്രാമുകൾ എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി KM ബീനാമോൾ സംസാരിച്ചു. അർജുന അവാർഡ് ജേതാവും മുൻ ബാസ്കറ്റ്ബോൾ താരവുമായ ഗീതു അന്ന ജോസ് അന്താരാഷ്ട്ര മെഡൽ ജേതാക്കളായ താരങ്ങളുടെ അനുഭവം പുതിയ തലമുറയെ പരിശീലിപ്പിക്കുന്നതിനായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി സംസാരിച്ചു. സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ CS പ്രദീപ്, കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി. സുനിൽകുമാർ, സെക്രട്ടറി ജനറൽ S. രാജീവ്, വൈസ് പ്രസിഡന്റും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ SN രഘുചന്ദ്രൻ നായർ എന്നിവരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. വിദ്യാർത്ഥികളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കായിക താരങ്ങളെയും അധികാരികളെയും തുറന്ന ചർച്ചയിൽ അറിയിച്ചു.